വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്തി ഹീലതി യദ്രികനി യാ റസൂലല്ലാഹ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ മഹത്തായ സ്റ്റേജിൽ ഉപവിഷ്ടരായ സ്ഥലം ഖത്തീബ് ഫൈലി അവർകളെ, അതുപോലെ തന്നെ ഇതുവരെ ഇവിടെ മക്കളുടെ പരിപാലനം ഇസ്ലാമിൽ എന്ന വിഷയം ചർച്ച ചെയ്ത് 2 മണിക്കൂറോളം പ്രസംഗിച്ച അസ്ലം അസ്ഹരി അവർകളെ, മറ്റ് ജമാഅത്തിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി, മറ്റ് ഭാരവാഹികൾ, അതുപോലെ തന്നെ സ്റ്റേജിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാരെ, ഇവിടെ സമ്മേളിച്ച നല്ലവരായ മോമിനീങ്ങളെ, മോമിനാത്തുകളെ, ഓരോരുത്തരെയും പേരെടുത്ത് പറയാത്തത് സമയം താമസിക്കുന്നത് കൊണ്ടും പിന്നെ എനിക്ക് കർണാടകം കൊത്തില്ലല്ലോ, അപ്പോൾ ഞാൻ നോട്ടീസ് വെച്ചാൽ തിരിയുമില്ല. അള്ളാഹു തആല നമ്മളെല്ലാവരും ഇതുപോലെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏകദേശം ഒരു 20 വർഷത്തോളമായി ഈ തോടാറുമായിട്ടുള്ള ബന്ധം അള്ളാഹു അത് ആഖിറത്തിൽ ഉപകരിക്കുന്ന ബന്ധമാക്കി അള്ളാഹു തആല മാറ്റുമാറാവട്ടെ. ഇവിടെയുള്ള ഒരുപാട് വ്യക്തികൾ കണ്ടാൽ മനസ്സിൽ ശരിക്കും ഓർമ്മ വരും, പേര് മറന്നുപോയെങ്കിലും. അപ്പം അവരെല്ലാവരെയും നമ്മളെല്ലാവരെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ജമാഅത്തുമായി പല പ്രശ്നങ്ങളൊക്കെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം ഇങ്ങോട്ട് വരുമ്പോൾ വളരെ സന്തോഷകരമായ രൂപത്തിലാണ് ഞാൻ വന്നത്. വളരെ ദൂരത്തായതുകൊണ്ട് തന്നെ മകനയക്കാന്ന് ആദ്യം ഞാൻ വിചാരിച്ചത്. പക്ഷെ എന്നാൽ ഈ പ്രാവശ്യത്തെ വരവിനൊരു പ്രത്യേകതയുണ്ട്. ഈ നാട്ടിലുള്ള എല്ലാവരും, പൊതുവെ തോടാറെന്ന് പറഞ്ഞാൽ ആലിമീങ്ങളെയും അതുപോലെ തന്നെ സയ്യിദന്മാരെയൊക്കെ വളരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവർ പറയുന്നതെല്ലാം അനുസരിക്കുകയും ചെയ്യുന്ന നല്ല നാട്ടുകാരാണ്. ഞാൻ നിങ്ങളെ മുസ്തുതി പറയുന്നൊന്നുമല്ല കേട്ടോ, ഞാൻ കുറ്റമെങ്കിൽ കുറ്റം തന്നെ പറയും, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. അപ്പോ അതിന് വ്യത്യസ്തമായി ചെറിയൊരു പ്രയാസമൊക്കെ നമ്മളുടെ ഇടയിൽ ഉണ്ടെങ്കിലും അതെല്ലാം പരസ്പരം പൊരുത്തപ്പെട്ട് വളരെ നല്ല റാഹത്തിലും ഐക്യത്തിലുമായ രൂപത്തിൽ അള്ളാഹു ഈ നാട്ടിനാക്കി. അത് അള്ളാഹു തആല ഖിയാമത്ത് നാൾ വരെ അങ്ങനെ തന്നെ നിലനിർത്തി തെരുമാറാവട്ടെ. ഞാൻ ഈശ്വരങ്ങളുടെ നിങ്ങളുടെ അകത്തണ്ട എടങ്ങ ജോലി ചെയ്യുന്ന കണ്ണൂർ ചക്കരക്കല്ലിലേക്ക് എത്തണം, ഒരുപാട് ഓടിയിട്ട് പോകണല്ലോ, ഒരു പോയിക്കോട്ടെ. അപ്പോ ആ ഐക്യം, ആ സ്നേഹം, ആ ബന്ധം പരസ്പരം അള്ളാഹു നിലനിർത്തി നമ്മൾക്കും ഖിയാമത്ത് നാൾ വരെ നമ്മുടെ സന്താന മക്കളൊക്കെയും അള്ളാഹു തആല ഐക്യത്തിലും സ്നേഹത്തിലും റഹത്തിലും അള്ളാഹു തആല ആക്കി തീർക്കുമാറാവട്ടെ. പലവരും ഇന്ന് ഗൾഫിലുണ്ട്. നമ്മുടെ ഒരു 2 ഇന്ത്യ, മദർ ഇന്ത്യയും മറ്റെന്ത് ഇന്ത്യ, എയർ ഇന്ത്യ, അതിലൊരു ഇന്ത്യ ഗൾഫിലാണുള്ളത്. അതുപോലെ ഇസാഖാജിയും ഗൾഫിലാണുള്ളത്. എന്താണ് അവരുടെ ഉദ്ദേശമെങ്കിൽ അതൊക്കെ അള്ളാഹു തആല അവിടെ പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഇവിടെയുള്ള നമ്മുടെ എല്ലാവരുടെയും എല്ലാ ഉദ്ദേശവും അള്ളാഹു തആല പൂർത്തിയാക്കി റാഹത്തിലാക്കി തെരുമാറാവട്ടെ. മാത്രമല്ല നമ്മളെ മക്കൾ, കോളേജിലെ കുട്ടികൾ സദസ്സിലുണ്ടാകുന്നത് വളരെ സന്തോഷകരമായ ഒരു സന്ദർഭം. എല്ലാം കൂടി ഒത്തയും ഈ ഉറൂസിന് വളരെ പ്രത്യേകതയുണ്ട്. അള്ളാഹു തആല എല്ലാം റാഹത്തിലും സന്തോഷത്തിലും ഐക്യത്തിലും സ്നേഹത്തിലും ഖൈറിലും ബർക്കത്തിലും അള്ളാഹു തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. എന്ന് മാത്രമല്ല നമ്മൾക്കൊക്കെ അള്ളാഹു തആല ഇപ്പോൾ വാസ്തുവിൽ 10 ആയുസ് കൂടുതൽ ഇട്ടിട്ടുണ്ടാവും. കാരണം ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മറ്റൊക്കെ കാലത്തുള്ള ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ കുടുംബ ബന്ധം തമ്മിൽ നിലനിർത്തുകയും അതുപോലെ തന്നെ പിണങ്ങിയ സഹോദരന്മാർ നന്നാവുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്കൊക്കെ ദീർഘായുസ് അല്ലാഹു തആല 10 വർഷം അധികം ആയുസ് നീട്ടിക്കൊടുത്ത ചരിത്രങ്ങളൊക്കെ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കാലത്തുള്ള ചരിത്രം മറ്റൊക്കെ പരിശോധിച്ചാൽ അറിയാം. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ സദസ്സിലുണ്ടായിരുന്ന ഒരാളെ സംബന്ധിച്ച് അസ്രായിൽ അലൈഹിസ്സലാം അദ്ദേഹത്തിന് മരണം വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് റൂഹിനെ പിടിക്കുകയാണെന്നും പറഞ്ഞ സുലൈമാൻ നബിക്ക് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതേ വ്യക്തിനെ തന്നെ കണ്ടപ്പോൾ അത്ഭുതമായി. എന്താന്ന് അസ്രായിൽ അലൈഹിസ്സലാം റൂഹിനെ പിടിക്കുമെന്ന് പറഞ്ഞാൽ അള്ളാഹു തആല മരിപ്പിച്ചില്ല. അപ്പൊ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അള്ളാഹു തആല അറിയിച്ചു കൊടുത്തു. അവര് കുടുംബം തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നു, അവര് തർക്കത്തിലുണ്ടായിരുന്നു. പക്ഷെ ഇവിടുന്ന് പോയതിനു ശേഷം അവര് ലോകിയായപ്പോൾ അള്ളാഹു തആല അവർക്ക് 10 ആയുസ് നീട്ടിക്കൊടുത്തു എന്ന് സുലൈമാൻ നബിക്ക് അസ്രായിൽ അലൈഹിസ്സലാം അറിയിച്ചു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ, ആരെങ്കിലും പിന്നെ കുടുംബബന്ധം ചേർത്തിയാൽ അവർക്ക് അല്ലാഹു തആല ദീർഘായുസ് കൊടുക്കുമെന്ന്. നമ്മളൊക്കെ ബറാത്തിന്റെ രാത്രിയിൽ ഓതുന്നുണ്ടല്ലോ യാസീൻ, അതിൽ ഒരു യാസീൻ ദീർഘായുസിന് വേണ്ടിയിട്ടല്ല. അള്ളാഹുവിന്റെ ഖളാ എന്ന് പറയുന്നത്
ഒരൊറ്റ ഗഡ്ഡായ തീരുമാനമല്ല അള്ളാഹിന്റെ തീരുമാനം. അങ്ങനെ ചിലവർക്കുണ്ട് അള്ളാഹ് തീരുമാനം ചോദിച്ചില്ലേ പിന്നെന്തേന്നുള്ളത്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല ഉദാഹരണത്തിന് ഒരാൾക്ക് 60 വയസ്സ് കണക്കാക്കിയിട്ടുണ്ടാവും. ഉമ്മാന്റെ ഗർഭാശയത്തിൽ 4 മാസം പൂർത്തിയാകുമ്പോൾ മലക്കൂത്ത് സമാവാത്തിൽ നിന്നും അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ഒരു മലക്ക് മുഖാന്തരം ആ ഗർഭാശയത്തിലേക്ക് ആ കുട്ടിക്ക് അള്ളാഹു തആല ആയുസ്സിനെ ഇട്ടുകൊടുക്കുകയും റൂഹിനെ ഇട്ടുകൊടുക്കുകയും ഖിയാമത്ത് നാൾ വരെ ആ കുട്ടി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു തആല രേഖപ്പെടുത്തി വെക്കുകയും ആ കുട്ടി സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നിവരെ റെക്കോർഡ് ചെയ്യുമെന്ന് ഷഫീഖുനാ റസൂലുള്ളാഹി തങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചതാണ്. പിന്നെന്തിനാ നമ്മൾ ദർബിൻ അസദഖത്തു റദ്ദുൽ ബലായ എന്നും അതുപോലെ തന്നെ കുടുംബബന്ധം ചേർത്താൽ ദീർഘായുസ് കിട്ടുമെന്നും അതുപോലെ തന്നെ മശായിഖന്മാർ അവരുടെ കശിഫ് കൊണ്ട് ബറാത്തിന്റെ രാത്രിയിൽ യാസീൻ ഓതിയാൽ ദീർഘായുസ് കിട്ടുമെന്നൊക്കെ പറഞ്ഞതിന്റെ പൊരുൾ പിന്നെന്താ? പറഞ്ഞതിന്റെ താല്പര്യം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ചില തീരുമാനം അത് ഗഡ്ഡായം തന്നെയായിരിക്കും. ഒരാൾക്ക് 60 വയസ്സ് കണക്കാക്കിയതെങ്കിൽ അത് 60 വയസ്സിനല്ലേ ഒരു മാറ്റവും ഉണ്ടാവില്ല. പിന്നെ ഒരാൾക്ക് അല്ലാഹു തആല ഒരു അപകടം കണക്കാക്കി നോക്കുക. അല്ലാഹു നമ്മളെല്ലാവരും അത്തരത്തിലുള്ള മരണങ്ങളെ തൊട്ട് കാത്ത് സലാമത്തിലാക്കട്ടെ. മരണം കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു അപകടം അല്ലാഹു കണക്കാക്കിയാൽ ചിലപ്പോൾ അത് ഗഡ്ഡായ തീരുമാനമായിരിക്കും. അതിന് പിന്നെ ഒരു അപ്പീൽ ഉണ്ടാവില്ല. ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു അപ്പീൽ വെക്കും. എന്താ? ഇയാൾക്ക് ഇന്ന് ഒരു അപകടം ഉണ്ടാവും, പക്ഷെ പോകുന്ന വഴിയിൽ സദക്ക ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ അപകടം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അപകടം ഉണ്ടാവും. എന്നതുപോലെ തന്നെ 60 വയസ്സ് അല്ലാഹു തആല തീരുമാനിച്ചാൽ അല്ലാഹു തആല ഒരു വാസിത വെക്കും. ഇദ്ദേഹം കുടുംബബന്ധം ചേർത്തിയാൽ 70 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സ്. അല്ലാഹു തആലാന്റെ തീരുമാനം എന്താണെന്ന് നമ്മൾക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണല്ലോ ആ സദഖത്തു റദ്ദുൽ ബലാ എന്ന് എല്ലാ ഭണ്ഡാരപ്പെട്ടിയിലും എഴുതി വെച്ചിട്ട് കാണാം. ഏത് നാടന്മാർക്കും കിട്ടുന്ന വാക്കാണത്. റസൂലുള്ളാഹിന്റെ ഹദീസല്ലേ ബലായിനെ തൊട്ടും സദഖ എന്നുള്ളത്. സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് പർവ്വജാതികളോട് വരെ സംസാരിച്ചതും അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പിന്നെ ജിബ്രീൽ സുലൈമാൻ നബി അലൈഹി സ്വലാം ആ പക്ഷികളെ കാക്കാൻ വേണ്ടി ജിന്നിനെ പറഞ്ഞയച്ചതും ആ ജിന്നുകളെ തട്ടി മാറ്റിയിട്ട് തന്നെ യഥാർത്ഥത്തിൽ ആ പക്ഷികളെ പിടിച്ചപ്പോ ആ വേട്ടയാടനെ നശിപ്പിക്കാൻ പറ്റാതിരുന്നതിന്റെ ഒക്കെ പൊരുള് നമ്മൾ മനസ്സിലാക്കിയാൽ അറിയും. അദ്ദേഹം പോകുമ്പോൾ 10 സദഖ കൊടുത്തതിന്റെ കാരണം കൊണ്ടാണെന്നൊക്കെ ഞാൻ വിശദീകരിക്കുന്നില്ല. കാരണം 10 മണിക്ക് നമ്മളെ പരിപാടി നിർത്തേണ്ടതാണ്. 7:30 മണിക്ക് ഏകദേശം തുടങ്ങിയതാണല്ലോ. നല്ല സ്വഭാവം അത്. 7:30 മണിക്ക് തുടങ്ങി ഒരു 10-10:30 നമ്മൾ പരിപാടി തീർന്നാൽ കള്ളന്മാരെയും പേടിക്കണ്ട. അതുപോലെ തന്നെ ഷുഗർ BP പോലുള്ളവർക്ക് പ്രയാസവും ഇല്ല. നല്ല ഭംഗിയായും ചെയ്യും. നല്ല സ്വഭാവമാണ്. അല്ലാഹു തആല രൂപത്തിൽ തന്നെ ആക്കി തീർക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് അങ്ങനെയാണ് അള്ളാഹുവിന്റെ ചില കണക്കുകൾ. ചിലവർക്ക് ചില ധർമ്മം ചെയ്യുന്നവർ നല്ല കാര്യം ചെയ്തവർക്ക് ചിലപ്പോൾ വലിയൊരു അപകടം സംഭവിച്ചെന്നും വരാം. അതെന്തിനാ? ഒരു സന്ദർഭത്തിൽ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാമിന്റെ അടുക്കൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു, മൂസാ നബിയെ, ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, ആ കാര്യം സാധിക്കാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്ന്. മൂസാ നബി അലൈഹി സ്വലാം ദുആ ചെയ്തു. കാലം കുറെ കഴിഞ്ഞതിനു ശേഷം മൂസാ നബി അലൈഹി സ്വലാം ഒരു കാടൻ പ്രദേശത്തിൽ കൂടി നടന്നു പോകുമ്പോൾ ഒരു മനുഷ്യന്റെ മയ്യത്ത് ഇങ്ങനെ ഛിന്ന ഭിന്നമായി കിടക്കുകയാണ്. ഏതോ ഒരു വന്യമൃഗം ഒരു മനുഷ്യന്റെ ശരീരത്തിനാകമാനം പിടിച്ചു തിന്ന് ഛിന്ന ഭിന്നമാക്കി കിടക്കുകയാണ്. മൂസാ നബി അലൈഹി സ്വലാം ആ ഛിന്ന ഭിന്നമായ ശരീരം എടുത്തു വെച്ച് നോക്കുമ്പോ മൂസാ നബി അലൈഹി സ്വലാമിന്റെ അടുക്കൽ മുമ്പ് വന്ന് ദുആ ചെയ്യിപ്പിച്ച വ്യക്തിയുടെ മയ്യത്തായിരുന്നു ആ മയ്യത്ത്. മൂസാ നബി അലൈഹി സ്വലാം അല്ലാഹുവിനോട് ചോദിച്ചു, അല്ലാഹ്, എന്റെ അടുക്കൽ വന്ന് ദുആ ചെയ്യിപ്പിച്ച വ്യക്തിയെ നീ ഈ രൂപത്തിൽ ദാരുണമായി, ഈ രൂപത്തിൽ കഷ്ണമായി മരിപ്പിച്ചതിന്റെ പൊരുൾ എന്താണ്? ആ സന്ദർഭത്തിൽ മൂസാ നബി അലൈഹി സ്വലാമിനോട് അല്ലാഹ് പറഞ്ഞത്, മൂസ, അദ്ദേഹം തങ്ങളെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചത് സ്വർഗത്തിലുള്ള ഇന്നാലെന്നൊരു പദവിയും സ്ഥാനവുമാണ്. ആ പദവിയും സ്ഥാനവും ലഭിക്കാൻ അദ്ദേഹത്തിന് അർഹതപ്പെട്ടതായിരിക്കുന്ന ഒരു അമലും ഞാൻ കാണുന്നില്ല. അവസാനം അദ്ദേഹത്തിന് ഞാൻ ഇഞ്ചിഞ്ചായി ഈ രൂപത്തിൽ മരിപ്പിച്ചു. അതിൽ അദ്ദേഹം ക്ഷമിച്ചു. ആ ക്ഷമയുടെ കാരണം കൊണ്ട് ഞാൻ അദ്ദേഹത്തിന് ആ പദവി കൊടുക്കുകയാണെന്ന് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹി ഇസ്ലാമിനോട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല അറിയിച്ചു കൊടുക്കുകയാണ്. നമ്മൾ വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പോ നമ്മൾക്ക് അല്ലാഹു തആല ചെയ്യുന്ന ഏതൊരു കാര്യമാവട്ടെ, ഒരാൾക്ക് വയറ്റുനമ്പലമുണ്ടായി അല്ലെങ്കിൽ വയറ്റിൽ ക്യാൻസർ ഉണ്ടായി വയറ്റുനമ്പലമായ ഒരാൾ മരിച്ചുപോയാൽ അവർക്ക് ഷഹീദിന്റെ പ്രതിഫലമുണ്ടെന്നും ഖബറിൽ അല്ലാഹു തആല അവരെ അദാബാക്കുകയില്ല എന്നും മഹാന്മാർ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾക്ക് തരുന്ന ഓരോരോ എന്തിനേറെ ഒരു കാലിലൊരു മുള്ളു തറച്ചാൽ അതിന് പ്രതിഫലം അല്ലാഹു തആല നൽകുകയാണ്. കാലിന് മുള്ളു തറക്കണ്ട നമ്മളൊരു സാധനം വെച്ചു, അത് എവിടെയാണ് ഓർമ്മയില്ലാതെ നമ്മൾ ഒന്ന് പരിഭ്രമിച്ചു പോയി. ഒരു
വിലപിടിപ്പുള്ള വാച്ചാണ്, അല്ലെങ്കിൽ ഒരു മൊബൈലാണ്, അത് വെച്ച സ്ഥലം ഓർമ്മയില്ലാതെ നമ്മുടെ വെച്ച സ്ഥലം മാറിയിട്ടൊന്ന് പരിഭ്രമിച്ചു പോയാൽ ആ പരിഭ്രമത്തിന് പോലും പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ അള്ളാഹുവിന്റെ അടിയാറുകളാണ്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്, എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളാകുന്ന മനുഷ്യരൂപത്തിന് അള്ളാഹു താല ഈ രൂപത്തിൽ ജീവിച്ച് മരിപ്പിക്കാൻ അള്ളാഹു താല സംവിധാനം ചെയ്തത് ആദം നബി അലൈഹിസ്സലാമിന്റെ മുതുകിൽ കൂടി, അതുപോലെ തന്നെ ഹവ്വാ റളിയല്ലാഹു താലാന്റെ ഗർഭപാത്രത്തിൽ കൂടി, അണ്ഡാശയത്തിൽ കൂടി ആ രൂപത്തിലാണല്ലോ മനുഷ്യരുടെ ഉൽപാദനം. അങ്ങനെയാണ് അള്ളാഹു താല സംവിധാനം ചെയ്തത്. പടക്കേണ്ടതെല്ലാവരെയും ആലമുൽ അർവായിൽ ഒരേ രൂപത്തിൽ ഒന്നിച്ചിട്ട് അള്ളാഹു താല പടച്ചു. അതിനുശേഷമാണ് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമിൽ കൂടി നമ്മൾ ഇങ്ങനെ മനുഷ്യനായി ജീവിപ്പിക്കുന്നത്. നമ്മൾ മറ്റൊരു മാതാപിതാക്കളുടെ മക്കളാണെങ്കിൽ, നമ്മുടെ മക്കൾ വേറെ അടുത്ത തലമുറയാണെങ്കിൽ ആ രൂപത്തിൽ അള്ളാഹു താല സംവിധാനം ചെയ്യുന്നത് അള്ളാഹുവിന്റെ പടപ്പുകളാണ്. ഞാൻ തന്നെ അള്ളാഹുവിന്റെ പടപ്പാണെന്ന് എന്റെ ശരീരാണെന്ന് മനസ്സിലാക്കി ഒരു ബ്ലേഡ് എടുത്തിട്ട് മുറിക്കാൻ എനിക്ക് അനുവദനീയമല്ല. എന്റെ കൈ, ഞാനെങ്ങാനും ഒരു ബ്ലേഡ് എടുത്തിട്ട് എന്റെ ശരീരത്തിൽ നിന്ന് മുറിച്ചാൽ നാളെ അള്ളാഹു താല ചോദ്യം ചെയ്യപ്പെടും. കാരണം ഇത് അള്ളാഹു താലാന്റെ മിൽക്കാണ്, എന്റെ ഉടമസ്ഥയിലുള്ളതല്ല. അപ്പൊ നമ്മുടെ മക്കളും അള്ളാഹുവിന്റെ അടിയാനുകളാണ്. നമ്മളവരെ സംരക്ഷിക്കുവാൻ നമ്മളൊരു നിമിത്തമാണ്, ഒരു കാരണമാണ്. ഞാനാണ് എന്റെ വാപ്പയാണ് എനിക്ക് എന്നെ വളർത്തുന്നതെന്ന് വിശ്വസിക്കാൻ വയ്യ. എന്നെ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അള്ളാഹുവാണ്. മാതാപിതാക്കൾ വാസിത്തയാണ്. നമ്മൾ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നത്, നമ്മുടെ വിശപ്പ് മാറ്റുന്നത് അള്ളാഹുവാണ്. ഭക്ഷണം കഴിക്കുന്നത് കാരണമാണ്. രോഗം വന്നാൽ ചികിത്സിക്കണം, രോഗം മാറ്റുന്നവൻ അള്ളാഹുവാണ്. മരുന്ന് കഴിക്കുന്നത് കാരണമാണ്. അപ്പൊ എല്ലാം കാരണമാണ്. അള്ളാഹു താലയാണ് എല്ലാത്തിന്റെയും അധിപൻ, അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹുവിന്റെ പടപ്പുകളാകുന്ന നമ്മൾക്ക് വരുന്ന നമ്മുടെ മക്കൾ ഇതെല്ലാം അള്ളാഹുവിന്റെ പടപ്പാണ്. ആ മക്കളെ എങ്ങനെ സംരക്ഷിക്കണമെന്നും എന്ന് പോറ്റണമെന്നൊക്കെ വിശദമായി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവാം. വാസ്തവത്തിൽ 5, 6, 7 വയസ്സ് വരെ നമ്മുടെ മക്കൾ പട്ടാളക്കാരന് നമ്മൾ അടിമകളെ പോലെ ജീവിക്കണം. ഒരു 7 വയസ്സ് കഴിഞ്ഞാൽ ഒരു 10, 15 വയസ്സ് വരെ മക്കളെ ശരിക്കും അടിയനെ പോലെ നമ്മൾ അവരെ കൈകാര്യം ചെയ്യണം. നമ്മൾ അവരെ കണ്ടു നമ്മൾ പട്ടാളക്കാരനാവണം. കാരണം അവരെ പഠിക്കേണ്ട സമയവും അവർ വളരെയധികം ലക്ക് തെറ്റുന്ന സമയമാണ്. ഒരു 10, 21 വയസ്സ് വരെയുള്ള സമയം. ആ സമയത്തിൽ അവരെ വളരെ കൺട്രോൾ ചെയ്ത് വളരെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മക്കളെന്ന് പറയുന്നത് പശവന്മാർ കുഴച്ച മണ്ണ് പോലെയാണ്. ഭാഷ നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ മണ്ണിന്റെ കലവും പാത്രമൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, മണ്ണിന്റെ കലവും പാത്രമൊക്കെ. ആ പാത്രവും കലവും ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മണ്ണ് ഒരേ മണ്ണാണ്. ഒരു പ്രത്യേക മണ്ണ് ചെളി കൊണ്ടുണ്ടാക്കുന്നതാണ്. കലമായാലും കുടുക്കിയായാലും പാത്രമായാലും ചട്ടിയായാലും ഏത് സാധനത്തിനും ആ ഒരു മണ്ണെടുത്തിട്ട് ഒരു പട്ടം കറങ്ങുന്ന ഒരു സാധനമുണ്ട്, അതിലങ്ങ് വെച്ചിട്ട് കൈ കൊണ്ടാണ് അതെല്ലാം ചെയ്യുന്നത്. പ്രത്യേകിച്ചിട്ട് മെഷീനൊന്നുമില്ല. നിങ്ങളുടെ ഭാഗത്ത് അങ്ങനെ കുടുക്കിയെങ്കിലും ഉണ്ടാക്കുന്ന സ്ഥലമുണ്ടെന്ന് എനിക്കറിഞ്ഞു. ഈ ഭാഗത്തുണ്ടോ? ഞങ്ങളെ ഭാഗത്തുണ്ട് അതിന്റെ കേന്ദ്രം. ഏത് കുടുക്കിയാവട്ടെ, ഇനി കഞ്ഞിക്കലാവട്ടെ, പ്ലേറ്റ് ആവട്ടെ, ഏത് സാധനത്തിനും ഈ ചളി തന്നെയാണ്. ഈ ചക്കിൽ വെച്ചിട്ട് അവന്റെ കൈ കൊണ്ടാണ് വാസ്തവത്തിൽ അതെല്ലാം പാത്രാക്കി മാറ്റുന്നത്. റസൂല പറഞ്ഞു അതുപോലെയാണ് മക്കൾ. ഒരു മകൻ കിട്ടിയാൽ, ഒരു മക്കളെ കിട്ടിയാൽ കൊശവന്മാർ കുഴച്ച മണ്ണ് പോലെയാണ്. ആ മണ്ണ് കൊണ്ട് അവരെന്താണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഉണ്ടാക്കാൻ അവരെ കൊണ്ട് സാധിക്കും എന്നതുപോലെ മക്കളെ നല്ലവരാക്കി മാറ്റുന്നതും സ്വാലിഹ്യങ്ങളാക്കി മാറ്റുന്നതും നല്ല പരിഷ്കാരമുള്ളവരാക്കി മാറ്റുന്നതും നല്ല സംസ്കാരത്തിലാക്കി മാറ്റുന്നതും ആ മക്കളെ ജൂതന്മാരാക്കിയിട്ടും യൂതന്മാരാക്കിയിട്ടും മോശക്കാരാക്കിയിട്ട് മാറ്റുന്നതും രക്ഷിതാക്കളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കൾ നന്നാവണമെങ്കിൽ എവിടുന്ന് തുടങ്ങണം? വിഷയം പറഞ്ഞാൽ ഒരുപാട് പറഞ്ഞു വരും. എവിടുന്ന് തുടങ്ങണം? എവിടുന്നാണ് ഒരു കുട്ടി നന്നാവാൻ വേണ്ടി തുടങ്ങേണ്ടത്? നമ്മൾ യഥാർത്ഥത്തിൽ എവിടുന്ന്? പെണ്ണ് കാണുന്ന ചടങ്ങ് മുതൽ തുടങ്ങേണ്ടി വരും. ഒരു കുട്ടി ഉണ്ടാവണമെങ്കിൽ ആണും പെണ്ണും കല്യാണം കഴിച്ചിട്ട് ബന്ധപ്പെടണമല്ലോ. ഒരാണും പെണ്ണും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നടക്കുന്ന ചടങ്ങാണല്ലോ കാണാൻ പോകുന്ന സ്വഭാവം. നമ്മൾ വാസ്തവത്തിൽ ഒരു പെണ്ണ് കാണാൻ വേണ്ടി പോകുമ്പോൾ തന്നെ കൊട്ടക്കണക്കിന് ഹറാമ തുടങ്ങത്തന്നെ. ഒരു പെണ്ണിനെ ഒരുത്തിന് കാണാൻ പറ്റും, അവൻ കാണുന്നുണ്ടെങ്കിൽ അവനിക്ക് കാണാം, അവനിക്ക് അവന്റെ ഉമ്മാക്കോ പങ്കന്മാർക്കോ പെണ്ണുങ്ങൾക്ക് പിന്നെ പെണ്ണിനെ കാണാമല്ലോ, അതുകൊണ്ട് കേടില്ല. മറ്റ് ഈ കെട്ടുന്ന ചെറുക്കന്റെ ജ്യേഷ്ഠന് കാണാനോ അനിയന് കാണാനോ അളിയന് കാണാനോ പാടില്ലല്ലോ. അവ കെട്ടാൻ ഉദ്ദേശിക്കുന്ന പെണ്ണിന്റെ മുങ്കയും മൂവും കാണൽ ശറയിൽ സുന്നത്തുണ്ട്. കെട്ടുന്ന ചെറുക്കന് നമ്മളെന്താ ചെയ്യാ? നമ്മളെ ഡ്രസ്സും പൊന്നെല്ലാം കൊണ്ടുപോയി ചമയിച്ചിട്ട് ചെക്കനും കാണും, ഒക്കെ ഇരുത്തിട്ട് ഫോട്ടോ എടുപ്പിക്കും. ഓന്റെ അനിയനും കാണും, ഓന്റെ ഏട്ടനും കാണും, ഓന്റെ അളിയനും കാണും, ഓന്റെ ഉപ്പാൻ കാണും, എല്ലാരും കാണും. ഹറാം അവിടുന്ന് തുടങ്ങി.
ഹറാം അവിടുന്ന് തുടങ്ങിയില്ലേ നമ്മൾ. മക്കളെ സംബന്ധിച്ച് അള്ളാന്റെ റസൂൽ പറഞ്ഞത്, അല്ലാഹു തആല തന്നെ പറഞ്ഞത് കൃഷിസ്ഥലമാണ്, കൃഷിയിടമാണ്. കൃഷിയിടത്തിനോടാണ് പെണ്ണുങ്ങൾ അല്ലാഹു തആല ഉപമിച്ചത്, കൃഷിയിടത്തോട്. ആ കൃഷി നല്ല വിളവ് നടത്തിയാൽ നല്ല കൃഷി കിട്ടും. ആ വിളവ് മോശമായാൽ, നമ്മൾ നടുന്ന സാധനം മോശമായ വിത്താണെങ്കിൽ അവിടുന്ന് നല്ല വിളവുണ്ടാവൂല. അപ്പോൾ നമ്മളെ കൃഷിസ്ഥലം പാകം ചെയ്യുമ്പോൾ തന്നെ ഹറാമാ തുടങ്ങുന്നത്. അവിടുന്ന് അങ്ങോട്ട് പിന്നെ അവന്റെ കല്യാണം, ആ കല്യാണത്തിന് കാണിക്കുന്ന കോപ്രാട്ടിത്തരങ്ങൾ, ആ കല്യാണത്തിന് രാത്രി അല്ലെങ്കിൽ ഇശാ നിസ്കാരം പോലും നിസ്കരിക്കാതെ അവരുമായിട്ടുള്ള ബന്ധപ്പെടൽ, അല്ലെങ്കിൽ പാംപ്രാക്കോ അത് മധുവോ പോലുള്ള സാധനം തന്നിട്ടാണ് ബന്ധപ്പെടുന്നതെങ്കിൽ, അതുപോലെ തന്നെ ചെല്ലേണ്ട ദിക്റും തസ്ബീഹൊന്നും ചെല്ലാതെയാണ് അവനവന്റെ ഭാര്യയുമായിട്ട് അടുക്കുന്നതെങ്കിൽ, പിന്നെ എവിടെയാണ് അവനിക്ക് വാസ്തു സ്വാലിയായ മക്കളെ കിട്ടാൻ പ്രയാസമല്ല. സ്വാലിയായ മക്കളെ കിട്ടണമെങ്കിൽ അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഉപകൾ. ഒരു കാര്യം മഹാന്മാര് പറയുന്നത്, ദിക്ർ തന്നെ, ദിക്ർ എല്ലാ സമയത്തും ചെല്ലാൻ പറ്റുന്ന സാധനമല്ലോ ദിക്ർ. ജിമാഇന്റെ സമയത്ത് ഭാര്യയും ഭർത്താവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ദിക്ർ പാടില്ല. അതുപോലെ തന്നെ ഉറക്കം തൂങ്ങുന്ന സമയത്തും ദിക്ർ പാടില്ല. എന്ന് പറഞ്ഞാൽ അത് നല്ല സമയമല്ല, പാടില്ലാത്ത സമയമാണ്. അതുപോലെ തന്നെ പിന്നെ പറഞ്ഞ കുറെ സമയങ്ങളും സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അതിൽ ജിമാഇന്റെ സ്ഥലത്ത് പറഞ്ഞെടുത്ത് മഹാന്മാര് പറയുന്നു, അവൻ ദിക്ർ ചെല്ലുന്നില്ലെങ്കിൽ അവന്റെ ഭാര്യയുമായിട്ട് ബന്ധപ്പെടുന്ന സമയം അവൻ ഏതെങ്കിലും മഹാൻ അവന്റെ മനസ്സിൽ വിചാരിച്ചാൽ, ബഹുമാനപ്പെട്ട ശേഖ് തങ്ങളെ വിചാരിച്ചു, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട റിഫായ് ശേഖ് തങ്ങൾ ഒരാൾ വിചാരിച്ചു, അതല്ല അതുപോലെ നമ്മളെ മനസ്സിൽ തോന്നുന്ന അജ്മീർ ഹാജ തങ്ങൾ ഒരാൾ വിചാരിച്ചു, അതല്ലെങ്കിൽ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനെയാണ് ഒരാൾ വിചാരിക്കുന്നതെങ്കിൽ, അവരെ വിചാരിക്കലോട് കൂടിയാണ് ഇവന്റെ പറയലല്ല, വായി കൊണ്ട് പറയലല്ല, മനസ്സുകൊണ്ടുള്ള വിചാരം, ആ വിചാരത്തോടു കൂടെയാണ് ഇവന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് ഇവന്റെ ഈ ശുക്ലം, ഇവന്റെ ഈ ഇന്ദ്രിയം ശുക്ലം ആ പെണ്ണിന്റെ ഗർഭാശയത്തിലേക്ക് പോകുന്നതെങ്കിൽ, ആ ബന്ധത്തിലാണ് ആ കുട്ടി ജനിക്കുന്നതെങ്കിൽ, ഇവൻ വിചാരിച്ച മഹാന്മാരുടെ റൂഹും ഈ കുട്ടിയുമായിട്ട് ആത്മീയമായ ബന്ധമുണ്ടാകുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. നല്ല കുട്ടികളാൻ ഒരുപാട് പണിയുണ്ട്. അതുപോലെ തന്നെ പ്രസവം കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ബാങ്കിലും ചെവിയിൽ കേൾപ്പിക്കേണ്ട ബാങ്ക് ഇഖാമത്ത് ഞാൻ വിശദീകരിക്കുന്നില്ല, വിഷയം നേരത്തെ എല്ലാവരും ചർച്ച ചെയ്തിട്ടുണ്ടാവാം. അതെല്ലാം വാസ്തവത്തിൽ എന്റെ പ്രിയമുള്ളവരെ മടിയിലിരുത്തി നമ്മുടെ കുട്ടികൾക്ക് ദിക്ർ ചൊല്ലി കൊടുക്കുക. അവർക്ക് ദിക്ർ ചൊല്ലിയിട്ട് അവർ ഉറക്കുക. ഇപ്പൊ നമ്മളെ കുട്ടികളൊക്കെ ഉറങ്ങണമെങ്കിൽ എന്ത് വേണം? മൊബൈൽ പാട്ട് കേൾക്കണം. ഞാൻ നിങ്ങളെ കുട്ടികളെ പറഞ്ഞല്ലേ, എന്റെ വീട്ടിലെ കുട്ടികൾ അടക്കമായാലും ആ കുട്ടികളെ കരച്ചിലൊന്ന് മാറണമെങ്കിൽ, ഒന്ന് വീണിട്ട് കാലിലോ മറ്റോ വേദന പറ്റിയാൽ ആ കരച്ചിൽ മാറാൻ പിന്നെ ഉപയോഗിക്കുന്ന സാധനമാണ് മൊബൈലിലെ പാട്ട്. ആ മൊബൈൽ പാട്ട് കേട്ടാ കുട്ടി ഉറങ്ങും. അതുപോലെ തന്നെ മൊബൈൽ പാട്ട് കേട്ടാലോ കുട്ടി തിന്നും, മൊബൈൽ പാട്ട് കേട്ടാലോ കുട്ടി വേറെന്തെങ്കിലും ചെയ്യും. കുട്ടികൾ അതിന്റെ അടിമകളായി മാറുകയാണ്, അടിമകളാക്കി നമ്മൾ മാറ്റുകയാണ്. കുട്ടി വാസ്തവത്തിൽ ഞങ്ങളുടെ വാട്സപ്പിലൊക്കെ കാണുന്നുണ്ട്, ശരിയോ തെറ്റോന്ന് അറിഞ്ഞുകൂടാ. ഒരുപാട് കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാർ പറയുന്നത് ചെറിയ കുട്ടികളാണ്, പെടുന്നതിന് അവർക്ക് അസുഖം വരുന്നു, ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്നു, കുട്ടികൾ മരിക്കുന്നു. 2-3 ദിവസം വരെ വന്നിരുന്നു. ഉസ്താദുമാർക്കൊക്കെ വന്നിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. പറയുന്നത് അമിതമായ പിന്നെ മൊബൈലിന്റെയും, പിന്നെ കുട്ടികൾ കളിക്കുന്നതിന്റെ ഒന്നിന്റെ പേരുണ്ടല്ലോ, ടാബ്. അപ്പൊ ടാബും അതുപോലെയുള്ള സാധനം അമിതമായി ഉപയോഗിക്കുമ്പോ, അത് പിന്നെ അടുത്ത് വെച്ചിട്ട് ഉറങ്ങുമ്പോ അതിന്റെ റേഡിയേഷൻ കൊണ്ടൊക്കെയാണ് ആ കുട്ടികൾക്ക് അസുഖം ഉണ്ടാകാനും മരിക്കാനും കാരണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ചെറിയൊരു കാരണം ഉണ്ടാവുമല്ലോ. ഇവിടെയുള്ള എല്ലാ ശാസ്ത്രജ്ഞന്മാർ ഇതിന്റെ മോശത്തിനെ പറ്റി പറയുന്നുണ്ടല്ലോ. വലിയവർക്ക് തന്നെ അവർ കീശയിലിട്ടാൽ ആർട്ടിന് വിഷമം ഉണ്ടാവും എന്ന് പറയുമ്പോ, അതിനേക്കാൾ ചെറിയ മക്കളുമായിട്ട് ഈ സാധനം ബന്ധപ്പെടുമ്പോൾ എത്ര അതിന്റെ റിയാക്ഷൻ ഉണ്ടാവും, അത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഒരു കുട്ടി ആദ്യമായിട്ട് സംസാരിക്കേണ്ടത് അല്ലാഹു എന്നാവണം. അതുപോലെ തന്നെ അല്ലാഹു എന്ന കുട്ടി ആദ്യമായിട്ട് പറയണമെങ്കിൽ ആ കുട്ടിയുടെ ചെവിയിലേക്ക് ചെറുപ്പം മുതൽ തന്നെ, മുല കൊടുക്കുന്ന പ്രായം മുതൽ തന്നെ ആ കുട്ടിക്ക് അല്ലാഹ് എന്ന് തന്നെ കേൾക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് തന്നെ ആ കുട്ടിനെ ഉറക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് തന്നെ ആ കുട്ടി മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. എല്ലാ വിഷയത്തിലും നമ്മുടെ സംസ്കാരം നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കണം. ഇപ്പൊ സംസ്കാരം പഠിപ്പിക്കാൻ പറ്റൂല. 2.5 വയസ്സ് 3 വയസ്സാകുമ്പോഴേക്ക് കുട്ടികളെ LKG UKG കൊണ്ടാക്കാൻ തുടങ്ങി. ഇതൊക്കെ പുതിയതാണ്. വാസ്തവത്തിൽ 6 വയസ്സ് വരെ അല്ലെങ്കിൽ 5 വയസ്സ് വരെ കുട്ടികൾ അവരുടെ മാതാപിതാക്കളെ കൂടെ ഉണ്ടാവണം. മാതാപിതാക്കൾ ആ സമയത്ത് കുട്ടികൾക്ക് നല്ല സംസ്കാരം പഠിപ്പിക്കണം. തിന്നുമ്പോൾ ബിസ്മി എല്ലാം പഠിപ്പിച്ചു കൊടുക്കണം. മൂത്രയിക്കുമ്പോൾ ഇരുന്ന് മൂത്രയിക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. തലക്ക് വല്ലത് ഇടാൻ പഠിപ്പിച്ചു കൊടുക്കണം. ആ കുട്ടിയുടെ മൂത്രയിച്ചാൽ അത് കഴുകാൻ പഠിപ്പിച്ചു കൊടുക്കണം. അത് ശീലിപ്പിച്ചാൽ കുട്ടി അത് ശീലിക്കും. എന്റെ വീട്ടിന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു അംഗനവാടി എന്ന് പറഞ്ഞിട്ട് ചെറിയ പിള്ളേരെ കൊണ്ടിരുന്ന സ്ഥലം. തമ്പുരാനെ അവിടെ കൊണ്ടാക്കിയിട്ട് പോകുമ്പോ ആ കുട്ടികളെ നിലവിളി കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമാണ്. ഉമ്മ
ഉപ്പാന്ന് വിളിച്ചിട്ട് കുട്ടികൾ 2.5 വയസ്സ് 3 വയസ്സാ കുട്ടികൾ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവിടും. ഇവിടെ അത് പോറ്റാൻ ഗവൺമെന്റ് കുറെ ചെലവാക്കുന്നുണ്ട്, പോറ്റുന്ന ആൾക്ക് കുറെ പൈസയുണ്ട്. ഇവർ ശല്യം പോട്ടെ എന്ന് വെച്ചിട്ട് കൊണ്ടാക്കുന്നത് അവിടെയാണ്. ആ കൊണ്ടാക്കിയാൽ ഈ കുട്ടികൾ നിന്നിട്ട് പാത്തുന്നതാണ് മറ്റുള്ള സമുദായത്തിൽപ്പെട്ട കുട്ടികൾ ചെയ്യുന്നത് പോലെയാണ് നമ്മളെ കുട്ടികളും ചെയ്യുന്നത്. പക്ഷെ ആ സംസ്കാരം തന്നെ വളരെ മോശമാണ്, വളരെ മോശമാണ്. ചില പ്രത്യേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ നമ്മളെ കുട്ടികളെ കൊണ്ടുപോയാൽ അവരുടെ മതത്തിന്റെ പ്രാർത്ഥനയും മറ്റൊക്കെയാണ് നടത്തുന്നത് എന്ന് വരെ അറിയാൻ സാധിക്കുന്നുണ്ട്. എന്റെ ആദ്യകാലത്ത് ഒരു 10-15 കൊല്ലം മുമ്പൊക്കെ നമ്മുടെ കർണാടകത്തിന്റെ ചില ഭാഗത്തുള്ള സ്ഥാപനത്തിൽ യഥാർത്ഥത്തിൽ പാല് കൊടുത്തപ്പോ നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടാവും, ഇപ്പൊ ഇല്ല വിഷയമല്ല ഞാൻ പറഞ്ഞു, ഞാൻ മുമ്പ് നടന്ന കാര്യം പറയാണ്. ആ പാല് കൊടുത്തപ്പോ ആ പാല് കയ്പാണ്, അത് മുഹമ്മദ് നബിന്റെ പാലാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പിന്നൊരു പാല് കൊടുത്തപ്പോ അതും കയ്പാണ്, അത് മറ്റൊരു മതത്തിന്റെ ഒരാളുടെ പേര് പറഞ്ഞു. മറ്റൊരു പാല് കൊടുത്തു മധുരമില്ല പാല് കൊടുത്തപ്പോ അത് അവരുടെ മതത്തിന്റെ ദൈവപുത്രന്റെ പേരാണെന്ന് പറഞ്ഞു, ദൈവത്തിന്റെ പേരാണെന്ന് പറഞ്ഞു, ദൈവത്തിന്റെ പാലാണെന്ന്. അപ്പൊ നല്ല പാല്. അപ്പൊ ആ കുട്ടിന്റെ മനസ്സിൽ ആ ദൈവം നല്ലതായി, മുഹമ്മദ് നബി മോശമായി, മറ്റുള്ള മതക്കാരൊക്കെ മോശം. ഇങ്ങനെ കുട്ടികളെ ശാസ്ത്രീയപരമായി മാറ്റുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതിനെതിരൊക്കെ തുറന്നടിച്ച് ആഞ്ഞടിച്ച് പാതിരാറാവേരെ വാന്ന് പറഞ്ഞവരാണ് ഈ ഉള്ളവൻ. ഞാൻ പറഞ്ഞ ആ രൂപത്തിൽ ശാസ്ത്രീയപരമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ വയസ്സന്മാർക്ക് അത് ഓർമ്മയുണ്ടാവും, ഞാൻ പണ്ട് പറഞ്ഞതൊക്കെ 10-15 കൊല്ലം മുമ്പൊക്കെ എന്റെ പ്രസംഗം കേട്ടവർക്ക് അത് ഓർമ്മയുണ്ടാവും ചിലപ്പോ. പക്ഷെ ആ രൂപത്തിലൊക്കെ ശാസ്ത്രീയപരമായി ഇപ്പം തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മളെ സംസ്കാരം എന്താ? നമ്മളെ കർണാടക സംസ്ഥാനത്തിൽ പഠിപ്പിക്കുന്ന ഈ സ്കൂളുകളിൽ നമ്മുടെ പെൺകുട്ടികൾ പോകുന്ന തലമറക്കാതെ അല്ലേ? പ്രായപൂർത്തിയായ പെൺകുട്ടി ഞങ്ങളെ ഭാഗത്തൊന്നും മറക്കാൻ പാടില്ല. അവിടുത്തെ സ്കൂളിലൊന്നും തലമറക്കാതെ പോയി കാണും, തലക്കിടും. ആ കോളേജിന്റെ ഗേറ്റ് വരെ തലക്കുണ്ടാവും. കോളേജിന്റെ ഗേറ്റ് കഴിഞ്ഞാൽ പിന്നെ തലയിൽ നിന്ന് തട്ടുകൊടുത്ത് മാറ്റിയിട്ട് ബാഗിൽ വെച്ചിട്ടാണ് സ്കൂളിന്റെ ഉള്ളിലേക്ക് പോയി. നിങ്ങൾ ഇവിടെ എങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാ, ഇതെങ്ങനല്ലേ? ചില സ്കൂളിൽ ഇട്ടിട്ട് പോകുന്നു, ചില സ്കൂളിൽ പോകുന്നില്ല. ആ ഇട്ടിട്ട് പോവാത്ത പ്രായപൂർത്തിയായ പെൺകുട്ടികളാണെങ്കിലോ 9 വയസ്സിലൊരു പെൺകുട്ടിക്ക് പ്രായാവൂലേ? 15 വയസ്സുകൊണ്ട് എങ്ങനെയായാലും കുട്ടി ഹൈലുണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ, അവള് പ്രായപൂർത്തിയായവളായില്ലേ? 9 വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഹൈദ് രക്തം കൊണ്ട് പ്രായപൂർത്തിയാകുമല്ലോ. അങ്ങനത്തെ പെൺകുട്ടികൾ അന്യപുരുഷന്റെ മുമ്പിൽ ഈ തലമറക്കാതെ പോകുന്നത് ഹറാമല്ലേ? ഫർദൈനായി ഇൽമു പഠിക്കാനാണോ പോകുന്നത്? ശറയ്യ ദീനായ ഇൽമു പഠിക്കാനാണോ പോകുന്നത്? അവിടെ പഠിപ്പിക്കുന്നത് ആണാണെങ്കിൽ പഠിക്കുന്ന കുട്ടി പെൺകുട്ടിയാണെങ്കിൽ പരസ്യമായിട്ട് ആ കുട്ടികൾ ഈ ആണിന്റെ മുമ്പിൽ ഇരുന്ന് പഠിക്കൽ ഹറാമാണ്. എനിക്കത് വ്യക്തമായിട്ട് പറയാൻ പറ്റും. കാരണം എന്റെ മക്കൾ ഞാൻ 7ാം ക്ലാസ്സിനപ്പുറം പഠിപ്പിച്ചിട്ടില്ല. ബുലൂഗാവുന്നതിന് മുമ്പ് ഞാൻ അവരെ വീട്ടിനുള്ളിലാക്കിയിട്ടില്ല. എല്ലാവരും പറഞ്ഞു പുതിയാപ്പിള്ള കുട്ടികൾ അങ്ങനെ ഒന്നിന് പുതിയാപ്പിള്ള കിട്ടിയ അല്ലെന്നില്ല ബാക്കിയുള്ളതിനും ഹൈറായ പുതിയാപ്പിള്ള അത്ര പ്രധാനം ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും, ഞാൻ എന്റെ കുട്ടികൾ ആ രൂപത്തിൽ തന്നെ പഠിപ്പിച്ചത്. അതും ഞാൻ എന്റെ വീട്ടിന്റെ അടുത്തുള്ള സ്കൂളിൽ 7ാം ക്ലാസ് വരെ പഠിപ്പിച്ചിട്ടുള്ളൂ. അധ്യാപകന്മാരും എല്ലാവരും എന്നോട് വളരെയധികം കയർത്തിയിരുന്നു ആ കുട്ടിനെ പഠിപ്പിക്കാൻ. പക്ഷെ ഞാൻ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ അതിനെതിരായിട്ട് ചെയ്ത മോശമല്ലേ? അന്യപുരുഷന്റെ മുമ്പിൽ തലമറക്കാതെ നമ്മുടെ പെൺകുട്ടികൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഹറാമന്നലായിരുത്തം. ഈ പഠിക്കാൻ പോകുന്നത് വാസ്തവത്തിൽ ശറയ്യ ദീനിയ ഉലൂമൊന്നുമല്ല, അത് പഠിക്കൽ ഫർള് ഐനും അല്ല. വാസ്തവത്തിൽ അന്യപുരുഷന്മാരായ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചിട്ടല്ലേ ഇരിക്കുന്നത്. ഒരു ഭാഗത്താണ് മറ്റൊരു ഭാഗത്ത് പെണ്ണ്. അതിപ്പോ ഇടകലർത്തിയിട്ടിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒച്ചപ്പാടും ബഹളം ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് ഇപ്പൊ ഇല്ല അല്ലെ? ആ പേരനുസരിച്ചിട്ട് ഇരുത്തുന്ന സ്വഭാവം ഇല്ലെങ്കിൽ ഒരേ ക്ലാസ് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്നത് അന്യപുരുഷന്മാരല്ലേ? അന്യപുരുഷനായ ആണും അന്യപുരുഷനായ പെണ്ണും തലമറക്കാതെയാണ് ആ ഇരുത്തോമെങ്കിലും ഹറാമിന്റെ ഇരുത്തം അല്ലേ? ആ ഇരുത്ത ഹറാമാണല്ലോ. ആ കുട്ടിക്ക് അതിന്റെ കുറ്റം കിട്ടൂലേ? പറഞ്ഞയക്കുന്ന രക്ഷിതാക്കൾക്ക് അതിന്റെ കുറ്റം കിട്ടൂലേ? രാവിലെ 10 മണി മുതൽ 4 മണി വരെ കുട്ടി ഹറാമിലല്ലേ? ഈ ഹറാമിന്റെ കുറ്റം ഉപ്പാക്കും ഉമ്മാക്കും അല്ലേ? അല്ലാന്ന് പറയാൻ പറ്റുമോ? ഒരാണാണ് പെണ്ണിനെ പഠിപ്പിക്കുന്നത്, എങ്ങനെയാ പഠിപ്പിക്കേണ്ടത്? സ്ക്രീന് സൗദി അറേബ്യയിലൊക്കെ കാണാൻ സ്ക്രീനിട്ട് മറച്ചിട്ട് പഠിപ്പിക്കുന്ന പുരുഷൻ പഠിക്കുന്ന പെൺകുട്ടികളെ കാണൂല, പഠിപ്പിക്കുന്ന പെണ്ണാണെങ്കിൽ പഠിക്കുന്ന ആൺകുട്ടികളെ കാണൂല. ഈ രൂപത്തിലാണ്. അപ്പൊ നമ്മുടെ സംസ്കാരവും നമ്മുടെ സ്വഭാവവും ദീനുമായിട്ട് ഒരുപാട് അകന്ന് പറച്ചിലൊന്ന് വേറെ ചെയ്യുന്നതൊന്ന് വേറെയായിട്ട് അങ്ങ് മാറുകയാണ്. ഞാൻ കുട്ടികളെ പരിപാലിക്കുന്ന വിഷയം പറഞ്ഞതുകൊണ്ട് ഇത്ര പറഞ്ഞേ ഉള്ളൂ. അപ്പൊ നമ്മുടെ കുട്ടികളെ സംസ്കാരം പഠിപ്പിക്കുമ്പോ ദീനിയായ സംസ്കാരം തന്നെ പഠിപ്പിക്കണം. ഔറത്ത് മറക്കുന്ന രൂപത്തിൽ തന്നെ ആവണം. അവരുടെ ആ ലജ്ജ ഇല്ലാണ്. ചില കുട്ടികൾ ഇപ്പോ മുട്ടുവരെ ഇട്ടിട്ടേ പോകാൻ പാടുള്ളൂ. ഞങ്ങൾ കേരളത്തിലൊക്കെ ഫർദ ഇട്ടിട്ടൊക്കെ പോകാൻ പറ്റും. കേരളത്തിൽ പെൺകുട്ടികളെ തല മറിച്ചിട്ട് ആൺകുട്ടികൾക്ക് തന്നെ തലയും മറിച്ചിട്ട് പോകാം. എന്നിട്ടല്ലേ പെൺകുട്ടികൾക്ക് അത്? കേരളത്തിൽ വിഷയമൊന്നുമല്ല. അവിടെ ഇതിന് മാത്രമുള്ള നേതാക്കന്മാർ ഉമറാക്കളും ഉലമാക്കളൊക്കെ അവിടെ ഐക്യത്തിൽ പ്രവർത്തിച്ചത് കൊണ്ട് അവിടെ അതൊക്കെ പറ്റും. നമ്മുടെ നേതാക്കന്മാരുടെ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ഉണ്ടായതുകൊണ്ട് അവിടെ അത് പറ്റും. ഇവിടെ നടക്കൂലല്ലോ. ഇവിടെ മുട്ടുവരെയുള്ള
ബാബാടി കൊടുത്തിട്ടല്ലേ കുട്ടികൾ പോവാ. ചില കുട്ടികൾ മാൻഡേറ്റിന് പോകുന്നുണ്ട്. അധിക സ്ഥലത്തും മുട്ട് വരെയുള്ള അല്ലെങ്കിൽ മുട്ടിന് നേരെ താഴെയുള്ള ബാബാടി കൊടുത്തിട്ടാ പോവാ. അതോ പ്രായപൂർത്തിയായ പെൺകുട്ടികളും ഹറാമല്ലേ ഈ പോക്ക്? അന്യപുരുഷന് മുമ്പിൽ നിൽക്കല ഹറാമല്ലേ? പഠിപ്പിക്കുന്നത് അന്യപുരുഷനല്ലേ? പഠിക്കുന്ന തൊട്ടടുത്തിരിക്കുന്ന പുരുഷന്മാർ അന്യപുരുഷന്മാരല്ലേ? അത് മാത്രമല്ല, സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ചിട്ട് മയക്കുമരുന്നുകളും സാധനങ്ങൾക്ക് യഥേഷ്ടം വിറ്റുകൊണ്ടിരിക്കല്ലേ. അപ്പൊ അതുമെല്ലാം വളരെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ നല്ല രൂപത്തിൽ വളർത്താനും നല്ല രൂപത്തിൽ പോറ്റുവാനും അള്ളാഹു നമ്മൾക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നാളെ നമ്മൾക്കറിയാം, ദുനിയാവിൽ നമ്മൾ ഇബ്ലീസ് പഠിപ്പിക്കും, ആഖിറത്തിൽ ഇബ്ലീസ് നമ്മളെ പഠിപ്പിക്കാൻ പറ്റൂല. നേരെ മറിച്ച് ആഖിറത്തിൽ നമ്മളെ വഴിവഴിപ്പിക്കുന്നതും നമ്മൾക്ക് സ്വർഗം നഷ്ടപ്പെടുത്തുന്നതും നമ്മളെ മക്കളായിരിക്കും. എന്താ കാരണം? നാളെ മഹ്ശറിലേക്ക് വിചാരണ ചെയ്യുമ്പോ ഉപ്പിയും ഉമ്മിയും നല്ല മനുഷ്യന്മാരായിരിക്കും. അവർ നിസ്കരിച്ചവരാണ്, ഇബാദത്ത് എടുത്തവരാണ്, അന്യപുരുഷന്റെ മുമ്പിൽ നിൽക്കാത്തവരാണ്, അല്ലാഹു തആല പറഞ്ഞതുപോലെ കേട്ട് ജീവിച്ചവരാണ്. ആ ജീവിച്ച അവര് നാളെ സ്വർഗത്തിലേക്ക് പോകാൻ തയ്യാറാകുമ്പോ അവർക്ക് ജനിച്ചതായിരിക്കുന്ന മക്കൾ അവർ ഈ രൂപത്തിൽ വളർന്നതുകൊണ്ട് ഇസ്ലാമിന്റെ സംസ്കാരത്തിലല്ലാതെ അന്യപുരുഷന്റെ മുമ്പിലും അതുപോലെ തന്നെ അന്യപുരുഷന്റെ മുമ്പിൽ ഔറത്തൊക്കെ മറക്കാതെ ജീവിച്ചു വളർന്നതുകൊണ്ട് അവർ നരകത്തിന്റെ അവകാശികളായി മാറിപ്പോയാൽ, അല്ലാഹു കാത്തു സലാമത്തിലാക്കട്ടെ, നരകത്തിന്റെ അവകാശികളായി മാറിപ്പോയാൽ നാളെ മഹ്ശറിൽ വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു തആലയോട് മക്കൾ പറയും, അല്ലാഹ് നീ നീതിമാനാണ്, നീ നീതി പുലർത്തുന്നവനാണ്, നിനക്ക് ആദിൽ എന്ന് പേരുണ്ടല്ലോ അല്ലാഹ്. ഞങ്ങൾ നരകത്തിന്റെ അവകാശികളായത് ഞങ്ങളുടെ മാതാപിതാക്കളെ തൊട്ടാണ്. ഞങ്ങളെ മാതാപിതാക്കളാണ് ഞങ്ങളെ നരകത്തിന്റെ അവകാശികളാക്കി മാറ്റിയത്. ഞങ്ങളെ പഠിപ്പിക്കാനും മറ്റും അയച്ചിട്ട് അന്യപുരുഷന്മാരുടെ മുമ്പിൽ ലജ്ജയില്ലാതെ ഞങ്ങൾ പോയത് ഞങ്ങളുടെ മാതാപിതാക്കൾ കാരണമാണ്. അവർ പഠിപ്പിച്ചിട്ട് ഞങ്ങൾ നരകത്തിന്റെ അവകാശികളായി. അതുകൊണ്ട് ഞങ്ങളെ നരകത്തിൽ കടത്തുകയും ഞങ്ങളെ പഠിപ്പിച്ച് നരകത്തിന്റെ അവകാശികളാക്കി മാറ്റിയ മാതാപിതാക്കളെ സ്വർഗത്തിൽ കടത്തുന്നതും ഒരു നീതിമാനായ റബ്ബിന് യോജിച്ചതല്ല അല്ലാഹ് എന്ന് നാളെ മഹ്ശറിൽ വെച്ചിട്ട് പറയുമ്പോ സ്വർഗത്തിന്റെ അവകാശികളായ മാതാപിതാക്കളെ നമ്മൾ നരകത്തിലേക്ക് പോകേണ്ടി വരും. അല്ലാഹു കാത്തു സലാമത്തിലാക്കട്ടെ. അതുകൊണ്ടാണ് അല്ലാഹ് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ഖു അൻഫുസകും വഅഹ്ലീകും നാറാ. മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ ശരീരം മാത്രം പോരാ, നിങ്ങളുടെ ഭാര്യ മക്കളുടെ ശരീരം നരകത്തിൽ കടക്കലിനെ തൊട്ട് സൂക്ഷിക്കണേ. ബയ്യനല്ലാഹു അസ്സ വജൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അവിടെയാണ്. മക്കളെ പോറ്റുമ്പോ ഏറ്റവും നല്ലത് ആ മക്കളുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതേപോലെ ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞേക്കലാണ് ഏറ്റവും നല്ലതായിരിക്കുന്ന കാര്യം. അവിടെ ഇപ്പൊ ഇംഗ്ലീഷും പഠിപ്പിക്കുന്നുണ്ട്, ഹിന്ദിയും പഠിപ്പിക്കുന്നുണ്ട്, ഒന്നുമില്ലെങ്കിൽ ഈ രൂപത്തിൽ നല്ല രൂപത്തിൽ ജീവിക്കുമല്ലോ. അള്ളാഹുവിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് തന്നെയാണ് അള്ളാഹുവിന്റെ ദീൻ പഠിക്കൽ, ഇൽമു പഠിക്കൽ, ശരഈയായ ദീനിയായ ഇൽമു പഠിക്കൽ. അതാണ് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ഇബാദത്ത്. അതിനേക്കാൾ വലിയ ഇബാദത്ത് വേറെ ഇല്ല. ദിക്റുകൾക്കിനേക്കാൾ എല്ലാ ബഹുമാനപ്പെട്ട താബിഈങ്ങൾ പ്രമുഖനായ അത്താ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഏറ്റവും വലിയ ദിക്റിന്റെ മജ്ലിസ് എന്ന് പറയുന്നത് ഹറാമും ഹലാലും വിവരിക്കുന്ന മജ്ലിസാണ്. ഹറാമും ഹലാലും ജായിസായ കാര്യവും ഫർളായ കാര്യമൊക്കെ പഠിപ്പിക്കുന്ന മജ്ലിസ് ഉണ്ടല്ലോ, ഇതുപോലെ വഅദിന്റെ മജ്ലിസ്, അതുപോലെ തന്നെ ദർസ്, അതുപോലെ തന്നെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഇൽമ്, അതാണ് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട മജ്ലിസ് എന്നാണ് ബഹുമാനപ്പെട്ട അത്താ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള മഹാന്മാർ പറയുന്നത്. ആ മജ്ലിസാണ് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട മജ്ലിസ്. അതിൽപ്പെട്ടതാണ് നമ്മുടെ മജ്ലിസ്. അല്ലാഹു തആല മജ്ലിസിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാവട്ടെ. അതുകൊണ്ട് നമ്മുടെ ചെറിയ മക്കളെ പോറ്റി വളർത്തുമ്പോൾ അവരെ വളർന്ന സമയത്ത് ഇസ്ലാമിന്റെ ചെറിയ മക്കളെ കൊണ്ട് പള്ളിയിൽ കയറ്റും. അത് നിസ്കരിക്കേണ്ട സമയം പെട്ടോട്ട് കൊണ്ടിരിക്കില്ല. അപ്പൊ വലിയ ശല്യ ചില സ്ഥലത്തൊക്കെ ചെറിയ ചെറിയ തമ്മീസാകാത്ത പിള്ളേരെ പള്ളിയിൽ കയറ്റൽ കറഹത്താണ്. വാസ്തുവിൽ ആ കുട്ടികളെ നജസാക്കുന്നു കണ്ടാൽ കയറ്റൽ ഹറാമുമാണ്. ഭ്രാന്തന്മാരെയും പള്ളിയിൽ കയറ്റാൻ പാടില്ലല്ലോ. ഭ്രാന്തന്മാർ പള്ളിയിൽ നജസാക്കുന്നു കണ്ടാൽ ആ ഭ്രാന്തന്മാരെ പള്ളിയിൽ കയറ്റൽ ഹറാമാണല്ലോ. അതുപോലെ തന്നെ ചെറിയ തമ്മീസില്ലാത്ത കുട്ടികളെ മൂട്ടും മൂത്രവും കാഷ്ടവും തിരിച്ചറിയാത്ത ചില മക്കളുണ്ടാവില്ല. ആ മക്കളെ പള്ളിയിൽ കയറ്റാൻ പാടില്ല, കറാത്താണ്. അവരെ നജസ് പള്ളിയിലാക്കുന്നു കണ്ടാൽ കയറ്റൽ ഹറാമു അല്ലേ? അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല. അതുകൊണ്ട് നമ്മളെ നല്ല സംസ്കാരം പഠിപ്പിച്ച് അല്ലാഹു തആല ബഹുമാനിച്ചവരെ ബഹുമാനിക്കാൻ പഠിപ്പിച്ച് ആദരിച്ചവരെ ആദരിക്കാൻ പഠിപ്പിച്ച് ബഹുമാനപ്പെട്ട സ്വഹാബാക്കളിൽപ്പെട്ട അവരുടെ ഭാര്യമാരുടെ ഒക്കെ ചരിത്രം കേട്ടാൽ അതൊക്കെ പറയുമ്പോൾ ഒരുപാട് വാഴ്ന്നു പറയേണ്ടി വരും. ആരംഭ നബിതങ്ങളും സഹാബത്തും വീട്ടിലേക്ക് വരുമ്പോ എണീച്ചു നിൽക്കുവാനും കൈപിടിച്ച് മുത്തുവാനും അവർക്ക് സ്വലാം ചൊല്ലാനും അതുപോലോട് നിൽക്കാനൊക്കെ പഠിപ്പിച്ചു കൊടുത്ത ചരിത്രം നമ്മൾ പറയുമ്പോൾ ഒരുപാട് താമസിച്ചു. അതുകൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. 10:30 മണിക്കുള്ള പരിപാടി നിർത്താനുള്ളത് കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ മക്കളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന മക്കളാക്കി അല്ലാഹു തആല മാറ്റുമാറാവട്ടെ. മറ്റൊരു അഭിപ്രായം കൊണ്ട് ആഖിറത്തിൽ ഉപകാരം കിട്ടണമെങ്കിൽ ഹഖീഖത്ത് കിടന്ന മക്കളെ കൊണ്ട് ഉപകാരം മഹ്ശറിൽ കിട്ടണമെങ്കിൽ ഹഖീഖത്ത് മക്കളെ കൊണ്ട് ഉപകാരത്തിലെത്തുന്നു കൂടി പറയുന്ന അഭിപ്രായം പറയുന്ന ഇമാമിങ്ങളുണ്ട്. ഹഖീഖർക്കാൻ വേണ്ടി അല്ലെ, ഹഖീഖത്ത് എന്നല്ല പറയാ, വാക്കം കൂട്ടുകൂട്ടൊക്കെ മാറും. മറ്റേ അങ്ങനെയൊക്കെ അഭിപ്രായമുണ്ട്. അപ്പൊ എല്ലാം നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ലവരാ നല്ല പേരിട്ട്
പേരിടുന്നതിലും അങ്ങനെ തന്നെ നല്ല നല്ല പേരിട്ട്, മഹാന്മാരുടെ പേരിട്ട്, ഇത് പുതിയ പുതിയ ഓരോരോ പേരിടും. നല്ല നല്ല പേരൊക്കെ ഇട്ട് അതൊക്കെ അതൊരു ലക്ഷണമാണ്, ഒരു ലക്ഷണമാണ്. നല്ല പേരിടുക, നല്ല രൂപത്തിൽ വളർത്തുക, നല്ല സ്വാലിഹ്യങ്ങളെ കൂട്ടത്തിലാക്കുക, ഉസ്താദന്മാരെ ബഹുമാനിക്കുന്ന രൂപത്തിലാക്കുക. അതുപോലെ തന്നെ ആൺകുട്ടികളാണെങ്കിൽ ഒരു കുട്ടിയെങ്കിലും മൊയിലാറാക്കാൻ വേണ്ടി, മുത്താലിമാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതിനൊക്കെ അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞാൻ പറഞ്ഞ പോലെ നീണ്ടുപോയി, ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരുപാട് ആൾക്കാർ ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്.